ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എ ഡി ജോബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള സർക്കാർ സ്ഥാപനത്തിൽ വന്നിട്ടുള്ളൊരു വേക്കൻസിയെ കുറിച്ചിട്ടാണ്. സ്ഥിര നിയമനമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള അടിസ്ഥാന യോഗ്യത പറഞ്ഞിട്ടുള്ളത് 7ാം ക്ലാസ് പാസ്സാണ്. അപ്പോൾ ഏത് പോസ്റ്റിലേക്കാണ് വേക്കൻസി വിളിച്ചിട്ടുള്ളത്, ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്രൈറ്റീരിയ എന്താണെന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. സോ വീഡിയോ സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കാറ്റഗറി നമ്പർ പറഞ്ഞിട്ടുണ്ട് 479/2024. താഴെ പറയുന്ന തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിന് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷകൾ ക്ഷണിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഉദ്യോഗാർത്ഥികൾ കേരള PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് ഒറ്റത്തവണ രജിസ്ട്രേഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓൺലൈൻ വഴിയാണ് അതിനുശേഷം അപേക്ഷിക്കേണ്ടത്. അപ്പോൾ വകുപ്പ് പറഞ്ഞിട്ടുണ്ട് വിവിധം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഉദ്യോഗപ്പേര് ആയ. ശമ്പളം 24 മുതൽ 50,200 വരെയാണ് പറഞ്ഞിട്ടുള്ളത്. ഒഴിവുകളുടെ എണ്ണം ജില്ലാ അടിസ്ഥാനത്തിലാണ്. തിരുവനന്തപുരത്ത് 2 ഒഴിവ്, കൊല്ലത്ത് 1 ഒഴിവ്, അങ്ങനെയാണ് ഒഴിവുകളുടെ സ്പ്ലിറ്റപ്പ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നിയമന രീതി പറഞ്ഞിട്ടുണ്ട് നേരിട്ടുള്ള നിയമനമാണ്. ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഉദ്യോഗാർത്ഥികൾ 2/1/1988 1/1/2006 ഇടയിൽ ജനിച്ച കാൻഡിഡേറ്റ്സ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ പറഞ്ഞ 2 ഡേറ്റ്സും ഇൻക്ലൂഡിംഗ് ആണ്. അതോടൊപ്പം തന്നെ ഗവൺമെൻറ് റൂൾസ് പ്രകാരമുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത പറഞ്ഞിട്ടുണ്ട് 7ാം ക്ലാസ് പാസ്സാവണം, എന്നാൽ ബിരുദം പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറയുന്നുണ്ട്, സർക്കാർ സ്ഥാപനത്തിൽ ആയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും സർക്കാർ ഗ്രാൻഡൊക്കെ ഉപയോഗിച്ച് നടത്തുന്ന സ്ഥാപനങ്ങളിൽ ആയിട്ട് 1 വർഷത്തിൽ കുറയാത്ത എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൻ്റെ ഒരു ഫോർമാറ്റ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ സാക്ഷ്യപത്രവും പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഫില്ല് ചെയ്യിപ്പിച്ചിട്ട് വേണം നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. പിന്നെ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ട രൂപ എങ്ങനെയെന്ന് പറയുന്നുണ്ട്. കേരള PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ www.keralapsc.government.in പോയിട്ട് 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യുക. അപ്പോൾ നമുക്ക് യൂസർ ഐഡിയും പാസ്വേഡും കിട്ടും. അത് പ്രകാരം ലോഗിൻ ചെയ്തിട്ട് അവർ പറയുന്ന ഡാറ്റാസൊക്കെ എൻ്റർ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്ന പ്രോസസ്സാണ്. ഫൈനലി ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടി അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് 15/1/2025 പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കി മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് പോസ്റ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി.